നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 3-ാമത്തെ അധ്യായം. അത് തൃതീയോധ്യായഃ. ഭഗവത് അവതാര വർണ്ണനം. സൂത ഉവാച. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലം ഹതോ ലോകസുശിക്ഷയാ. ഭഗവാൻ ഈശ്വരൻ മഹദാദിഭിഃ മഹത്തത്വം മുതലായവയാൽ സംഭൂതം സംഭവിച്ചതും ഷോഡശകലം 16 അംശങ്ങളോട് കൂടിയതുമായ പൗരുഷം രൂപം പുരുഷാവതാരത്തെ ലോകസുശിക്ഷയാ ലോക സൃഷ്ടിക്കുള്ള ഇച്ഛ കൊണ്ട് ആദോ ഒന്നാമതായിട്ട് ജഗൃഹേ സ്വീകരിച്ചു. സൂതൻ പറയാണ്, അവതാര കഥകളെ പറയണമെന്ന് ശൗനകാദികൾ ചോദിച്ചതിനുള്ള ഉത്തരം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അവതാരങ്ങളെ പറയാൻ ആരംഭിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് പുരുഷാവതാരത്തെ പറയുന്നു. ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഇച്ഛ കൊണ്ട് ഭഗവാൻ മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ എന്നിവയോട് ചേർന്നിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, മനസ്സ്, മഹാഭൂതങ്ങൾ 5, ഇങ്ങനെ 16 അംശങ്ങളോട് കൂടിയ പുരുഷരൂപത്തെ സ്വീകരിച്ചു. വിരാട് പുരുഷനായിട്ട് ഉപാസന ചെയ്യാൻ വേണ്ടി ബ്രഹ്മരൂപത്തെ ഇവിധം വർണ്ണിച്ചതാണ്. വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ലോകം ഈശ്വര ശരീരമെന്നും അതിൽ ആ ലോകമാകുന്ന ശരീരത്തിൽ വിളങ്ങുന്ന ആത്മാവായ പുരുഷൻ ഈശ്വരൻ എന്നും കാണിച്ചു. ഇനി അടുത്ത ശ്ലോകം. യസ്യാംബസിശയാനസ്യ യോഗനിദ്രാം വിധന്വത നാഭിഹൃതാംബുജാദാസീത് ബ്രഹ്മാ വിശ്വത് ജാമ്പതിഃ. അംബസി പറയുമ്പോൾ ജലത്തിൽ, ശയാനസ്യ ശയിക്കുന്നവനും, യോഗനിദ്രാം സമാധി രൂപമായ നിദ്രയെ, വിധന്വത വിസ്തരിക്കുന്നവനുമായ യസ്യ യാതൊരുവന്റെ നാഭിഹൃതാംബുജാത് നാഭിയാകുന്ന ഹൃദത്തിലുണ്ടാകുന്ന താമരയിൽ നിന്ന്, വിശ്വസൃജാമ്പതി ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ പാലകനായ ബ്രഹ്മാവ് ആസീത് ഉണ്ടായി. പുരുഷാവതാരത്തെ സ്വീകരിച്ച ഭഗവാന്റെയും അവതാര രൂപത്തിൻ്റെയും സ്വരൂപത്തെ വിവരിക്കുകയാണ്. ലോകം മുഴുവനും ജലാകാരമായിട്ട് പരിണമിച്ചിരിക്കുമ്പോൾ ആ കാരണജലത്തിൽ സമാധി രൂപമായ നിദ്രയെ അംഗീകരിച്ച് ശയിക്കുന്ന ഭഗവാന്റെ നാഭിയാകുന്ന അഗാധ ജലസ്ഥാനത്തിൽ നിന്ന് ഒരു താമരയും അതിൽ നിന്ന് ലോകസൃഷ്ടി ചെയ്യുന്ന മരീജാതി പ്രജാപതികളുടെ അധിപനായ ബ്രഹ്മാവും ഉണ്ടായി. അടുത്ത ശ്ലോകം. യസ്യാവയവ സംസ്ഥാനേ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യ പറയുമ്പോൾ യാതൊരുവന്റെ, അവയവ സംസ്ഥാനേ അവയവങ്ങളുടെ വിഭാഗങ്ങൾ കൊണ്ട്, ലോകവിസ്തര ലോകങ്ങളുടെ വിസ്തരം, കൽപ്പിത കൽപ്പിക്കപ്പെട്ടു, ഭഗവതഃ ഭഗവാന്റെ, തദ്രൂപം ആ രൂപം, വിശുദ്ധം പരിശുദ്ധമായതും, ഊർജിതം ശക്തിയേറിയതുമായ, സത്വം പറയുമ്പോൾ സത്വമാകുന്നു. വൈ നിശ്ചയം. ഏതൊരുവന്റെ അവയവ വിഭാഗങ്ങൾ കൊണ്ട് ലോകങ്ങളുടെ വിസ്തരം കൽപ്പിക്കപ്പെട്ടുവോ ഭഗവാന്റെ ആ രൂപം രജോ ഗുണവും തമോ ഗുണവും ഇല്ലാത്തതും പരിശുദ്ധവും ശുദ്ധതത്വവും ശക്തിയേറിയതും ആയിരുന്നു. പശ്യന്തതോരൂപദഭ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംഭരകുണ്ടലോല്ലസത്. സഹസ്രപാദോരുഭുജാനനാത്ഭുതം 1000 പാദങ്ങൾ, തുടകൾ, കൈകൾ, മുഖങ്ങൾ ഇവയാൽ ആശ്ചര്യമായതും, സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം പറയും 1000 ശിരസുകൾ, കാതുകൾ, കണ്ണുകൾ, നാസികകൾ ഇവയോടുകൂടിയതും, സഹസ്രമൗല്യംബര കുണ്ടലോല്ലസത് 1000 കിരീടങ്ങൾ, വസ്ത്രങ്ങൾ, കുണ്ടലങ്ങൾ ഇവയാൽ ശോഭിക്കുന്നതുമായ അധഹാരൂപം ഈ രൂപത്തെ അദഭ്രചക്ഷുഷം മഹത്തായ നേത്രം കൊണ്ട് പശ്യത്തി കാണുന്നു.
അനേകം പാദങ്ങൾ, തുടകൾ, കൈകൾ, മുഖങ്ങൾ ഇവയാൽ ആശ്ചര്യമായതും അനേകം ശിരസ്സുകൾ, കാതുകൾ, കണ്ണുകൾ, നാസികകൾ ഇവയോട് കൂടിയതും സഹസ്രം കിരീടങ്ങൾ, വസ്ത്രങ്ങൾ, കുണ്ടലങ്ങൾ ഇവയാൽ ശോഭിക്കുന്നതുമായ ആ പുരുഷ സ്വരൂപത്തെ യോഗികൾ ധ്യാന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുന്നു. നമ്മുടെ സ്ഥൂല ദൃഷ്ടികൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. ഏതന്നാനാവതാരാണാം നിദാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തേ ദേവതീര്യജ്ഞരാദയഃ. ഏതത് ഇത്, നാനാവതാരാണാം അനേക അവതാരങ്ങളുടെ നിദാനം ഇരിപ്പിടവും അവ്യയം നാശമില്ലാത്തതായ ബീജം ഉൽപ്പത്തി സ്ഥാനവുമാകുന്നു. യസ്യ യാതൊരുവന്റെ അംശാംശേന അംശാംശം കൊണ്ട് ദേവതിര്യനരാദയ ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ മുതലായവർ സൃജ്യന്തേ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ആദിനാരായണ രൂപം അനേക അവതാരങ്ങളുടെ ഇരിപ്പിടവും എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവും ഏതു കാലത്തും നശിക്കാത്തതുമായ ബീജമാകുന്നു. ഈ ഭഗവാന്റെ അംശഭൂതനായ ബ്രഹ്മാവിൽ നിന്നുണ്ടായ മരീചി മുതലായ പ്രജാപതികളിൽ നിന്ന് ദേവന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ മുതലായ പ്രാണിവർഗങ്ങൾ ലോകത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു. സയേവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം. സഹാദേവ ഏവ ആ ദേവൻ തന്നെ പ്രഥമം ആദ്യം കൗമാരം സർഗം പറയുമ്പോൾ കുമാര സംബന്ധമായ സൃഷ്ടിയെ ആസ്ഥിത സ്വീകരിച്ചു. ബ്രഹ്മ ബ്രാഹ്മണനായിട്ട് അഖണ്ഡിതം മുടക്കമില്ലാത്തതും ദുശ്ചരം നടത്തുവാൻ വളരെ പ്രയാസമുള്ളതുമായ ബ്രഹ്മചര്യത്തെ ചചാര ആചരിച്ചു. പുരുഷാവതാരം സ്വീകരിച്ച ആദിനാരായണൻ തന്നെ കൗമാരം എന്നു പേരുള്ള സർഗത്തെ സ്വീകരിച്ചു. ബ്രാഹ്മണനായിട്ട് ഭവിച്ചിട്ട് മുടക്കമില്ലാതെ അത്യന്തം പ്രയാസകരമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. അതായത് കൗമാരം, ആർഷം, പ്രജാപത്യം, മാനവം എന്നിവ ഓരോ തരത്തിലുള്ള സൃഷ്ടിവർഗത്തെക്കുറിച്ചുള്ള പേരുകളാണ്. ഇവിടെ കൗമാരം എന്ന സൃഷ്ടി സനൽകുമാരന്മാരാണ്. അവർ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. ലോകത്തിന് ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കാനാണ് ഭഗവാൻ ഈ വ്രതം അനുഷ്ഠിച്ചത്. ഇനി അടുത്ത ശ്ലോകം. ദ്വിതീയം ധൂപവായസ്യ രസാദലഗതാമഹിം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം ബഭുഃ. രണ്ടാമത്തേതായിട്ട് ഈ ഭൂമിയെ നിലനിർത്താനായി വരാഹാവതാരം സ്വീകരിച്ചു. ഭൂമിയെ രസാതലത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യജ്ഞേശ്വരനായ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയുടെ ശരീരത്തെ സ്വീകരിച്ചു. ഇവിടെ ദ്വിതീയം തൂ പറയുമ്പോൾ രണ്ടാമതായിട്ട് അസ്യ ഇതിൻ്റെ ഭവായ ഉത്ഭവത്തിനായിക്കൊണ്ട് രസാതലത്തെ പ്രാപിച്ചതായ മഹീം ഭൂമിയെ ഉദ്ധരിക്കാൻ മേൽപോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് യജ്ഞേശ്വരൻ സൂകരത്തെ സംബന്ധിച്ചതായ വപുഹു ശരീരത്തെ ഉപാദത്ത സ്വീകരിച്ചു. എട്ടാമത്തെ ശ്ലോകം. തൃതീയം ഋഷിസർഗം ദേവശ്യത്വമുപേത്യ സഹ തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. മൂന്നാമത്തേതാണ് ഋഷിസർഗം. ദേവശ്യത്വം പറയുമ്പോൾ അതിൽ ദേവർഷി ഭാവത്തെയും ഉപേത്യ പ്രാപിച്ചിട്ട് സഹ അവൻ സാത്വതം തന്ത്രം വൈഷ്ണവതന്ത്രത്തെ ആജഷ്ട പറഞ്ഞു. യതഃ യാതൊന്നിൽ നിന്ന് കർമ്മങ്ങൾക്ക് നൈഷ്കർമ്മ്യം ബന്ധുഹേതുത്വം ഇല്ലാതിരിക്കുന്ന സ്ഥിതിയെ അറിയുന്നു. മൂന്നാമത്തേത് ഋഷിസർഗം. അതിൽ ദേവർഷി നാരദനായിട്ട് അവതരിച്ച് നാരദ പഞ്ചരാത്രം എന്ന വൈഷ്ണവതന്ത്രം ഉറപ്പിച്ചു. കർമ്മങ്ങൾക്ക് സുഖദുഃഖങ്ങളെയും പുനർജന്മത്തെയും നൽകുവാനുള്ള ശക്തി നശിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഇതിൽ ഉറപ്പിച്ചിരിക്കുന്നു. കർമ്മങ്ങൾ ജന്മമൂലമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് സാരം. ഇനി ഒമ്പതാമത്തെ ശ്ലോകം. തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണ വൃഷി ബുദ്ധാത്മോപശമോഭേദം അകരോ ദുശ്ചരം തപഃ. തുര്യേ നാലാമത്തെ ധർമ്മകലാ സർഗേ ധർമ്മപത്നിയിലുള്ള സൃഷ്ടിയിൽ നരനാരായണന്മാർ എന്ന ഋഷികളായിട്ട് ബുദ്ധ്വ ഭവിച്ചിട്ട് ആത്മോപശമോഭേദം മനസ്സിൻ്റെ ഉപശമത്തോടു കൂടിയ ദുശ്ചരം തപഃ അതിപ്രയാസമുള്ള തപസ്സിനെ അകരോധ് ചെയ്തു.
നാലാമത് ധർമ്മന്റെ പത്നിയായ മൂർത്തിദേവിയിൽ നരൻ എന്നും നാരായണൻ എന്നും പേരോടുകൂടിയ 2 ഋഷികളായിട്ട് ഭഗവാൻ അവതരിച്ചു. ചിത്തശാന്തിയോടുകൂടിയ ദുശ്ചരമായ തപസ്സിനെ ആചരിച്ചു. പഞ്ചമക്കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാജാസുരയേ സാങ്ക്യം തത്വഗ്രാമ വിനിർണയം. പഞ്ചമഹ അഞ്ചാമതായിട്ട് കപിലഹ നാമ കപിലൻ എന്നു പേരായ സിദ്ധേശനായിട്ട് കാലവിപ്ലുതം കാലത്താൽ നശിച്ചതും തത്വഗ്രാമ വിനിർണയം തത്വങ്ങളുടെ സമൂഹത്തെ നിർണയിക്കുന്നതുമായ സാങ്ക്യം എന്ന ശാസ്ത്രത്തെ ആസുരി എന്നു പേരായ ബ്രാഹ്മണനായിക്കൊണ്ട് പ്രോവാച ഉപദേശിച്ചു. അഞ്ചാമത് കപിലൻ എന്ന പേരോടുകൂടിയ സിദ്ധേശനായിട്ട് അവതരിച്ചു. തത്വസമൂഹങ്ങളുടെ സംഖ്യയെ നിർണയിക്കുന്നതിനാൽ സാങ്ക്യം എന്നു പേരായ ശാസ്ത്രത്തെ ആസുരി എന്ന ബ്രാഹ്മണന് ഉപദേശിച്ചു. ഇനി ഷഷ്ടമത്രേരപത്യത്വം വ്രതപ്രാപ്തോ അനസൂയയ അനീഷികിം അളർക്കായ പ്രഹ്ലാദദിവ്യവൂജിവാൻ. ഷഷ്ടം ആറാമത് അനസൂയയിൽ അനസൂയയാൽ വ്രത വരിക്കപ്പെട്ടവനായിട്ട് അത്രിയുടെ അപത്യത്വം സന്താനഭാവത്തെ പ്രാപിച്ചു. അളർക്കനും പ്രഹ്ലാദൻ മുതലായവർക്കും അനീഷികയും ആത്മവിദ്യയെ ഊജുവാൻ ഉപദേശിച്ചു. ആറാമതായിട്ട് അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയയുടെ പ്രാർത്ഥനയെ അനുസരിച്ച് അവരുടെ പുത്രനായ ദത്താത്രേയ മഹർഷിയായിട്ട് അവതരിച്ചു. ആത്മവിദ്യയെ അളർക്കനും പ്രഹ്ലാദൻ, യദു, ഐഹയൻ എന്നിവർക്കും ഉപദേശിച്ചു. തത സപ്തമാകൂത്യം രുചിരജ്ഞോഭ്യജായത സയാമാദ്യേ സുരഗണീർ അഭാസ്വയംഭുവാന്തരം. തതഃ അനന്തരം സപ്തമേ ഏഴാമത്തേതിൽ രുചിയുടെ ഭാര്യയായ ആകൂതിയിൽ യജ്ഞനായിട്ട് അഭ്യജായത അവതരിച്ചു. സഹ അവൻ യാമൻ മുതലായ സുരഗണേഹി ദേവസമൂഹങ്ങളോടുകൂടെ സ്വയംഭുവ മന്വന്തരത്തെ പാലനം ചെയ്തു. ഏഴാമതായിട്ട് രുചി എന്ന പ്രജാപതിയുടെ ഭാര്യയായ ആകൂതി എന്ന ദേവിയിൽ യജ്ഞൻ എന്ന പേരോടുകൂടെ ഭഗവാൻ അവതരിച്ചു. സ്വപുത്രന്മാരായ യാമൻ മുതലായ ദേവഗണങ്ങളോട് ചേർന്ന് താൻ ഇന്ദ്രസ്ഥാനത്തെയും സ്വീകരിച്ച് സ്വയംഭുവ മന്വന്തരത്തെ പരിപാലനം ചെയ്തു. ഇനി 13ാമത്തെ ശ്ലോകം. അഷ്ടമേ മേരുദേവ്യാം ദൂനാഭിർജാതൗരുക്രമ ദർശയൻ മദ്മധീരാണാം സർവാശ്രമ നമസ്കൃതം. അഷ്ടമേ 18ാമത്തേതിൽ നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ ജാതഃ അവതരിച്ചു. ഉരുക്രമഃ ഭഗവാൻ സർവാശ്രമ നമസ്കൃതം എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന പത്മഹ മാർഗത്തെ ധീരാണാം പണ്ഡിതന്മാർക്ക് ദർശയൻ കാണിക്കുന്നവനായിരുന്നു. 8ാമത്തേതിൽ ഭഗവാൻ അഗ്നീന്ദ്രപുത്രനായ നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടെ അവതരിച്ചു. സകല ആശ്രമങ്ങളിലുള്ളവരും നമസ്കരിക്കുന്നതും അവസാനത്തേതുമായ പരമഹംസന്മാരുടെ ധർമ്മത്തെ പണ്ഡിതന്മാർക്ക് തന്റെ അനുഷ്ഠാനത്താൽ ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു കൊടുത്തു. ഋഷിഭിര്യാജിതോ ബേജേ നവം പാർത്ഥിവം ബഭുഃ ദുഗ്ധേ മമ ഔഷധി വിപ്രസ്തേനായം സൗഷത്തമ. ഋഷികളാൽ യാജിത പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് നവമം 9ാമതായിട്ട് പാർത്ഥിവം പൃഥു എന്ന പേരോടുകൂടിയ വപുഹു ശരീരത്തെ ബേജെ ഭജിച്ചു. വിപ്രാഹ ഹേ വിപ്രന്മാരെ ഇമാം ഈ ഭൂമിയെ ഓഷധികളെ ദുഗ്ധ കറന്നു തേന അതുകൊണ്ട് അയം സഹ ഈ അവൻ ഉഷത്തമഹ ഏറ്റവും കമനീയനാകുന്നു. ഹേ ബ്രാഹ്മണന്മാരെ ഋഷികളുടെ പ്രാർത്ഥനയെ അനുസരിച്ച് ഭഗവാൻ 9ാമതായിട്ട് പൃഥുചക്രവർത്തിയായിട്ട് അവതരിച്ചു. പരമപരാക്രമത്തെ പ്രകാശിപ്പിച്ച ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് ജനക്ഷേമത്തിന് ആവശ്യമായ സകല വസ്തുക്കളെയും കറന്നെടുത്തു. അതിനാൽ ആ അവതാരം ഏറ്റവും മനോഹരമായിട്ടുള്ളതാകുന്നു. 15ാമത്തെ ശ്ലോകം. രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാം അപാദ്വൈഭസ്വതം മനും. ചാക്ഷുഷോദധി സംപ്ലവേ ചാക്ഷുഷം എന്നു പേരായ മന്വന്തരത്തിൽ ഉണ്ടായ പ്രളയത്തിൽ സഹ അവൻ ആ ഭഗവാൻ
മത്സ്യരൂപത്തെ ജഗൃഹേ സ്വീകരിച്ചു. മഹീമയ്യാം ഭൂമിയുടെ വികാരമായിട്ട് ഭവിച്ച നാവി തോണിയിൽ ആരോപ്യ കയറ്റിയിട്ട് വൈവസ്വത മനുവിനെ അപാത് പാലിച്ചു. ചാക്ഷുഷം എന്നു പേരായ മന്വന്തരത്തിന്റെ അവസാനത്തിൽ സമുദ്രങ്ങളെല്ലാം ഒന്നായി ചേർന്നു പ്രളയമുണ്ടായി. അപ്പോൾ ഭഗവാൻ മത്സ്യാവതാരത്തെ സ്വീകരിച്ചു. മന്വന്തര അവസാന കാലത്തിന് പ്രളയം പതിവില്ല. എങ്കിലും ഏതോ ഒരു കൗതുകത്താൽ സത്യവ്രതൻ എന്ന രാജാവിനെ പ്രളയരൂപേണ മോഹിപ്പിച്ചു. ഭൂമിയെ തന്നെ തോണിയാക്കി. ആ രാജാവിനെ ആ തോണിയിൽ കയറ്റി രക്ഷിച്ചു. ആ സത്യവ്രതൻ ഇനിമേൽ വൈവസ്വത മനുവായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ വൈവസ്വത മനുവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞത്. ഇനി 16. സുരാസുരാണാമുദതിം മഗ്നതാം മന്ദരാജലം ദദ്രേ കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭുഃ. ഉദതിം സമുദ്രത്തെ മഗ്നതാം മദനം ചെയ്യുന്ന സുരാസുരാണാം ദേവന്മാരുടെയും അസുരന്മാരുടെയും മന്ദരാജലം മന്ദരപർവ്വതത്തെ ഏകാദശി 11ാമത്തേതിൽ വിഭുഃ ഭഗവാൻ കമടരൂപേണ ആമയായിട്ട് പൃഷ്ഠത്തിൽ ദദ്രേ ധരിച്ചു. ദേവന്മാരും അസുരന്മാരും കൂടെ സമുദ്രമഥനം ചെയ്തപ്പോൾ കടകോലാക്കി കൽപ്പിച്ചിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ താണുപോയി. തൽക്ഷണം ഭഗവാൻ 11ാമതായിട്ട് ആമയായിട്ട് അവതരിച്ച് പൃഷ്ഠഭാഗത്തിൽ ആ മന്ദരപർവ്വതത്തെ ധരിച്ച് നിലയ്ക്ക് നിർത്തി. ഇനി ധാന്വന്തരം ദ്വാദശമം ത്രയോദശമേവജ അപായൽ സുരാനന്യാൻ മോഹിന്യ മോഹയൻ ശ്രിയ. ദ്വാദശമം 12ാമത്തേത് ധാന്വന്തരം ധന്വന്തരിയെ സംബന്ധിച്ചത്. മോഹിന്യ ശ്രീയ മോഹിനി എന്നു പേരായ സ്ത്രീ രൂപത്താൽ അന്യരെ ദേവന്മാരല്ലാത്തവരെ എന്നർത്ഥം അസുരന്മാരെ മോഹയൻ മോഹിപ്പിക്കുന്നവനായിട്ട് സുരാൻ ദേവന്മാരെ അപായയത് അമൃതം പാനം ചെയ്യിച്ചു. ത്രയോദശമം ഏവജ 13ാമത്തേതും ആകുന്നു. 12ാമതായിട്ട് ധന്വന്തരിയായിട്ട് അവതരിച്ചിട്ട് സമുദ്രത്തിന്റെ അന്തർഭാഗത്തിൽ നിന്നും അമൃതപാത്രത്തോടുകൂടെ മുകളിലേക്ക് വന്നു. ആ അമൃതത്തെ അസുരന്മാർ കൊണ്ടുപോയതിനാൽ മോഹിനി രൂപം ധരിച്ച ഭഗവാൻ ആ സ്ത്രീ രൂപത്തെ കൊണ്ട് അസുരന്മാരെ മോഹിപ്പിച്ച് അമൃതം അവരിൽ നിന്നും വീണ്ടെടുത്ത് സുരന്മാരെ പാനം ചെയ്യിച്ചു. അതാണ് 13ാമത്തെ അവതാരം മോഹിനി രൂപമായിട്ടാണ് എന്ന് ശ്രദ്ധിച്ചു. ഇനി 14 നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാരാകരജേർവക്ഷേ സ്യരകാം കടകൃത്യത. 14ാമത് നാരസിംഹം നരസിംഹരൂപത്തെ ബിഭ്രത് ധരിച്ചിട്ട് ഊർജിതം മഹാബലവാനായ ദൈത്യേന്ദ്രം ഹിരണ്യകശിപുവിനെ വക്ഷസി മാറിടത്തിൽ കരജേഹി നഖങ്ങൾ കൊണ്ട് കടകൃത് പായുണ്ടാക്കുന്നവൻ ഏരകാമ്യത ഏരകം എന്ന പുല്ലിനെ പോലെ ദദാര കീറി. 14ാമത്തെ അവതാരം പറയുന്നു നരസിംഹം. അതിശക്തിമാനും അസുരാധിപതിയുമായ ഹിരണ്യകശിപുവിനെ കൈനഖങ്ങൾ കൊണ്ട് പുൽപ്പായ ഉണ്ടാക്കുന്നവൻ ചേങ്ങോൽ എന്ന പുല്ലിനെ പൊളിക്കുന്നത് പോലെ മാറിടത്തെ പൊളിച്ച് വേർപ്പെടുത്തി. 15 വാമനകം കൃത്വാഘാതധ്വരം ബലേഹേ പദത്രയം യാജമാന പ്രത്യാദുൽസ്വസ്ത്രിവിഷ്ടപം. 15 15ാമത് വാമനകം വാമനരൂപത്തെ കൃത്വ എടുത്തിട്ട് ത്രിവിഷ്ടപം 3 ലോകത്തെ പ്രത്യാദുൽസുഹു മടക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട് പദത്രയം 3 അടി യാജമാനഹ യാചിക്കുന്നവനായിട്ട് ബലേഹേ ബലിയുടെ അധ്വരം യാഗശാലയെ അഗാധ് പ്രാപിച്ചു. 15ാമത് ഭഗവാൻ വാമനരൂപത്തെ എടുത്തു. മഹാബലി അടക്കിയിരിക്കുന്ന 3 ലോകത്തെ 3 അടിയായിട്ട് അവനിൽ നിന്നും മടക്കി വാങ്ങി. ഇന്ദ്രന് കൊടുപ്പാനായിട്ട് മഹാബലിയുടെ യാഗശാലയിൽ 3 അടി മണ്ണ് യാചിക്കാനായിട്ട് ചെന്നു. 20ാമത്തെ അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്ത കുപിതോ നിക്ഷതാം അഘരോദ്മഹിം. ഷോഡശമേ 16ാമത്തെ അവതാരേ അവതാരത്തിൽ നൃപാൻ രാജാക്കന്മാരെ ബ്രഹ്മദ്രുഹ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവരായിട്ട് പശ്യൻ കാണുന്നവനായിട്ട് കുപിത കുപിച്ചവനായിട്ട് ത്രിസപ്ത കൃത്വ 21 പ്രാവശ്യം മഹീം ഭൂമിയെ നിക്ഷത്രാം ക്ഷത്രിയന്മാരോട് കൂടാത്തതായിട്ട് അകരോധ് ചെയ്തു. 16ാമത്തേതാണ് പരശുരാമ അവതാരം. രാജാക്കന്മാർ ബ്രാഹ്മണദേശികളായിരുന്നതിനെ അറിഞ്ഞിട്ട്
21 പ്രാവശ്യം അവരെ മൂലച്ഛേദം ചെയ്തു. ഭൂമിയിലെ ദുഷ്ടക്ഷത്രിയന്മാരെ ഇല്ലാതെയാക്കി. ഇനി നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 20 ശ്ലോകം വരെയാണ് വായിച്ചത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.